നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിൽ വന്ന് കോൺഗ്രസിന്റെയും UDFന്റെയും നേതൃത്വം ഏറ്റെടുക്കാൻ KC വേണുഗോപാൽ മുസ്ലിം ലീഗ് വഴി ശ്രമിക്കുന്നുണ്ടോ? ശ്രമിച്ചു തുടങ്ങിയെന്നാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ആളിക്കത്തി നിൽക്കുമ്പോൾ അത് പരിഹരിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാതെ പോയത് വലിയ വീഴ്ചയായി മുസ്ലിം ലീഗ് കരുതുന്നുണ്ട്. ഇപ്പോഴത്തെ നേതൃത്വത്തിന് VD സതീശനും സണ്ണി ജോസഫും അടങ്ങുന്ന ഇപ്പോഴത്തെ നേതൃത്വത്തിന് UDFിൽ ഉരുണ്ടുകൂടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല എന്ന വിശ്വാസമാണ് ഇപ്പോൾ ലീഗിനുള്ളത്. ആ വിശ്വാസം മുതലെടുത്തുകൊണ്ട് കേരളത്തിലേക്ക് വന്ന് UDFിന്റെ നേതൃത്വം കയ്യേൽക്കാൻ KC വേണുഗോപാൽ ശ്രമിക്കുന്നു എന്നൊരു ആരോപണം ഇപ്പോൾ കോൺഗ്രസിൽ സജീവമാണ്. പ്രമുഖ ചില കോൺഗ്രസ് നേതാക്കളാണ് നമ്മൾക്ക് ഈ വിവരം നൽകിയത്. മുസ്ലിം ലീഗിനെ സ്വാധീനിച്ചുകൊണ്ട് KC വേണുഗോപാൽ കേരളത്തിലെത്തി ഇവിടുത്തെ UDFിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ അദ്ദേഹം ഊർജിതമാക്കി. കാരണം VD സതീശനും സണ്ണി ജോസഫിനും ഇതൊന്നും കൈകാര്യം ചെയ്തുള്ള പക്വതയില്ല എന്നൊരു ആരോപണം നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ കോൺഗ്രസിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ യാതൊരു പ്രശ്നവുമില്ലാതെ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു അവർക്കൊന്നും. ഇത് വഷളാക്കിയത് VD സതീശനാണെന്നുമാണ് പല നേതാക്കളും പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ അത് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഈ വിഷയങ്ങളൊന്നും ഇപ്പോൾ ഉണ്ടാകില്ലായിരുന്നു. ഇപ്പോൾ ഇതാ കേരളത്തിലെ UDFന്റെയും കോൺഗ്രസിന്റെയും തിരഞ്ഞെടുപ്പ് സാധ്യതകളെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് ഈ വിഷയം വളർന്നതിന് പിന്നിൽ VD സതീശന്റെയും സണ്ണി ജോസഫിന്റെയും കെടുകാര്യസ്ഥതയും കഴിവില്ലായ്മയുമാണെന്നാണ് ഈ നേതാക്കൾ പറയുന്നത്. ഇത് മനസ്സിലാക്കിയ KC വേണുഗോപാൽ ലീഗിനെ ഇടപിടിപ്പിച്ചുകൊണ്ട് UDFിൽ പുതിയൊരു മാറ്റം വേണം, ഇപ്പോഴുള്ള നേതൃത്വത്തിന് UDFിനെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിയില്ല, അതിന് കുറച്ചുകൂടെ പക്വമായ ഒരു നേതൃത്വം വേണം, കഴിവുള്ള നേതൃത്വം വേണമെന്ന് ലീഗിനെ കൊണ്ട് പറയിപ്പിക്കാൻ KC വേണുഗോപാൽ കിണഞ്ഞ് പരിശ്രമിക്കുകയാണെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. മുസ്ലിം ലീഗ് ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തിയാൽ തനിക്ക് കേരളത്തിലേക്ക് വരാൻ കഴിയുമെന്നാണ് KC വേണുഗോപാൽ വിശ്വസിക്കുന്നത്. കാരണം ലീഗിന് ഹൈക്കമാൻഡിന് മേൽ സ്വാധീനമുണ്ടെന്നുള്ളത് പച്ചയായ സത്യമാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിൽ വയനാട്ടിൽ നിന്നും ജയിച്ചു കയറിയത് ലീഗിന്റെ സഹായത്താൽ തന്നെയാണ്. അതുകൊണ്ട് അവർ ഒരു കാര്യം ഉന്നയിച്ചാൽ ലീഗിന്, അല്ലെങ്കിൽ ലീഗ് ഒരു കാര്യം ഉന്നയിച്ചാൽ അത് ഹൈക്കമാൻഡിന് ഒരിക്കലും തള്ളിക്കളയുക സാധ്യമല്ല. അത് മനസ്സിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണത്രേ KC വേണുഗോപാൽ നടത്തുന്നത്. രാഹുൽ ഗാന്ധിയോട് KC വേണുഗോപാലിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് നേതൃത്വം ഏറ്റെടുക്കണം, അല്ലെങ്കിൽ അടുത്ത തവണ ഭരണം കിട്ടുകയില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി അക്കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാലോ? ഇതാണ് KC വേണുഗോപാലിന്റെ ആഗ്രഹം. കേരളത്തിൽ ഇപ്പോഴുള്ള നേതൃത്വം അടുത്ത തവണ ഭരണം പിടിക്കാനുള്ള കഴിവ് ഇല്ലാത്തതാണെന്നും അവർ കഴിവില്ലാത്തതായതുകൊണ്ട് ഭരണം നഷ്ടപ്പെട്ടാൽ, കേരളത്തിൽ അടുത്ത തവണയും കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടാൽ അത് വലിയ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കുന്നു, പിന്നെ ഒരിക്കലും കേരളത്തിൽ കോൺഗ്രസും UDFും അധികാരത്തിൽ വരില്ലെന്നും ലീഗ് ഇടതു മുന്നണിയിലേക്ക് പോകുമെന്നുമാണ് KC വേണുഗോപാൽ പ്രചരിപ്പിക്കുന്നത് അത്ര. അപ്പോൾ താൻ വന്നാൽ ഇതെല്ലാം കൊണ്ടു നടക്കാനുള്ള പക്വതയും കഴിവും ജനപിന്തുണയും തനിക്കുണ്ടെന്നും അതുകൊണ്ട് VD സതീശന് പകരം താൻ നയിക്കേണ്ട അവസരമാണ് ഇപ്പോഴെന്നും ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ KC വേണുഗോപാലിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിന് അദ്ദേഹം മുസ്ലിം ലീഗിനെ ഉപയോഗിക്കുന്നുവെന്നുമാണ് കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം. ഏതായാലും ലീഗിനെ സ്വാധീനിച്ച് കേരളത്തിലേക്ക് എത്താനുള്ള, അല്ലെങ്കിൽ കേരളത്തിലെ UDFിന്റെ നേതൃത്വം ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾ KC വേണുഗോപാൽ തുടങ്ങി എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലീഗിന്റെ നിർബന്ധ ബുദ്ധിക്ക് ഹൈക്കമാൻഡ് വഴങ്ങിയാൽ ഒരുപക്ഷെ KC വേണുഗോപാൽ കേരളത്തിലേക്ക് വന്നേക്കാമെന്നാണ് ഇപ്പോൾ ചില കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. എന്നാൽ കോൺഗ്രസിനുള്ള എതിർപ്പുണ്ട്. കാരണം സതീശനെ മാറ്റുന്നതിൽ ചില എതിർപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ KC വേണുഗോപാൽ കേരളത്തിൽ വന്നാൽ കൂടുതൽ വിഷയങ്ങൾ, അല്ലെങ്കിൽ പഴയ സോളാർ കേസൊക്കെ പൊങ്ങി വരുമെന്ന് പറയുന്നവരും കോൺഗ്രസിലുണ്ട്. സോളാർ കേസിൽ അദ്ദേഹം ആരോപണ വിധേയനായിരുന്നു, അതും ഇനി പൊങ്ങി വന്നേക്കാം. അപ്പോൾ കോൺഗ്രസ് UDF കൂടുതൽ നാറുമെന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ലീഗിനെ ഉപയോഗിച്ച് കേരളത്തിലേക്ക് വന്നൊരു ക്രാഷ് ലാൻഡ് നടത്താനുള്ള ശ്രമം KC വേണുഗോപാൽ തുടങ്ങിക്കഴിഞ്ഞു.